PSC പരീക്ഷകളിൽ ആവർത്തിച്ച 100 ചോദ്യങ്ങളും ഉത്തരങ്ങളും. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അമർത്യ സെൻ. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അമർത്യ സെൻ. നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ. നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ. ലോകത്തിലെ ഏറ്റവും ദുർഗന്ധമുള്ള രാസവസ്തു മീഥൈൽ മെർക്യാപ്റ്റൻ. ലോകത്തിലെ ഏറ്റവും ദുർഗന്ധമുള്ള രാസവസ്തു മീഥൈൽ മെർക്യാപ്റ്റൻ. കമ്പ്യൂട്ടർ സയൻസ് രംഗത്തെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന ബഹുമതി ടൂറിംഗ് അവാർഡ്. ടൂറിംഗ് അവാർഡാണ് കമ്പ്യൂട്ടർ സയൻസ് രംഗത്തെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്നത്. ഗണിതശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന പുരസ്കാരം ആബേൽ പുരസ്കാരം. ആബേൽ പുരസ്കാരമാണ് ഗണിതശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം എന്ന് അറിയപ്പെടുന്നത്. ഏതു മേഖലയിലെ മികവിനാണ് ഗോൾഡൻ പുരസ്കാരം നൽകുന്നത്? എഞ്ചിനീയറിംഗ് മേഖല. എഞ്ചിനീയറിംഗ് മേഖലയിലെ മികവിനാണ് ഗോൾഡൻ പുരസ്കാരം നൽകുന്നത്. ഏഷ്യയിലെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന പുരസ്കാരം മാഗ്സസെ പുരസ്കാരം. ഏഷ്യയിലെ നൊബേൽ സമ്മാനം മാഗ്സസെ പുരസ്കാരം. വൈശാലിയിൽ വെച്ച് രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്നത് ആരുടെ ഭരണകാലത്താണ്? കാലശോകൻ. കാലശോകൻ്റെ ഭരണകാലത്താണ് വൈശാലിയിൽ വെച്ച് രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്നത്. രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്ന സംഖ്യ ഏതാണ്? 1729. 1729 രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്ന സംഖ്യ. ജനതാ പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത് ഏത് വർഷമാണ്? 1977. 1977 ജനതാ പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത്. ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത് ആരാണ്? കാർട്ടൂണിസ്റ്റ് ശങ്കർ. കാർട്ടൂണിസ്റ്റ് ശങ്കറാണ് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് സ്ഥാപിച്ചത്. മൈ ടൈംസ് ഇന്ത്യയിലെ ഒരു പ്രമുഖ സ്വാതന്ത്ര്യ സമര നായകൻ്റെ ആത്മകഥയാണ്. ആരുടെ? ആചാര്യ കൃപലാനി. ആചാര്യ കൃപലാനിയുടെ ആത്മകഥയാണ് മൈ ടൈംസ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? രംഗനാഥ് മിശ്ര. രംഗനാഥ് മിശ്രയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ. മ്യാൻമർ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ. ബരാക് ഒബാമയാണ് മ്യാൻമർ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ്. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ. നൈട്രജനാണ് ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം. ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ നിയമവിരുദ്ധമാണെന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ നിയമവിരുദ്ധമാണെന്ന് നിഷ്കർഷിക്കുന്നത്. കേരളത്തിലെ ഏക വൻകിട തുറമുഖം കൊച്ചി. കേരളത്തിലെ ഏക വൻകിട തുറമുഖം കൊച്ചി. ഇന്ത്യയിൽ കച്ചവടത്തിനെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തികൾ പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തികൾ. കേരളത്തിൻ്റെ തീരത്തോട് ചേർന്ന് അറബിക്കടലിലുള്ള കേന്ദ്രഭരണ പ്രദേശമേത്? ലക്ഷദ്വീപ്. കേരളത്തിൻ്റെ തീരത്തോട് ചേർന്ന് അറബിക്കടലിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഏത് ദിനമായി ആചരിക്കുന്നു? അന്തർദേശീയ അഹിംസാ ദിനം.
ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 അന്തർദേശീയ അഹിംസാ ദിനമായി ആചരിക്കുന്നു. ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ GV മാവ്ലങ്കർ. GV മാവ്ലങ്കർ ആയിരുന്നു ലോക്സഭയുടെ പ്രഥമ സ്പീക്കർ. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഏക വനിതയാര്? പ്രതിഭ പാട്ടീൽ. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഏക വനിത പ്രതിഭ പാട്ടീൽ. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. മലയാളത്തിലെ ആദ്യത്തെ സിനിമ വിഗതകുമാരൻ. മലയാളത്തിലെ ആദ്യ സിനിമ വിഗതകുമാരൻ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ആര്യഭട്ട. കറിയുപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. കറിയുപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡാണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? അവകാശികൾ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ. നൊബേൽ പുരസ്കാരം നേടിയ ആദ്യത്തെ ഭാരതീയൻ രവീന്ദ്രനാഥ ടാഗോർ. നൊബേൽ പുരസ്കാരം നേടിയ ആദ്യ ഭാരതീയൻ രവീന്ദ്രനാഥ ടാഗോർ. ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏഷ്യ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏഷ്യ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കേരള ഗാന്ധി കെ കേളപ്പൻ. പ്രകാശവർഷം എന്നത് എന്തിനെ രേഖപ്പെടുത്തുന്ന അളവാണ്? ദൂരം. ദൂരത്തെ രേഖപ്പെടുത്തുന്ന അളവാണ് പ്രകാശവർഷം. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് ഏതാണ്? ഭാരതീയ റിസർവ് ബാങ്ക്. ഭാരതീയ റിസർവ് ബാങ്കാണ് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക്. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഭാരതീയൻ ആര്? അഭിനവ് ബിന്ദ്ര. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഭാരതീയൻ അഭിനവ് ബിന്ദ്ര. പൂച്ചവർഗത്തിലുള്ള ഏറ്റവും വലിയ ജീവി ഏത്? കടുവ. കടുവയാണ് പൂച്ചവർഗത്തിലുള്ള ഏറ്റവും വലിയ ജീവി. ഭാരതത്തിൻ്റെ ദേശീയ ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിൻ. ഗംഗാ ഡോൾഫിനാണ് ഭാരതത്തിൻ്റെ ദേശീയ ജലജീവി. മാതൃഭൂമിയുടെ മോചനത്തിനായി സുഖജീവിതം ഉപേക്ഷിച്ച് പോരാടുന്ന ജനസേവാ സംഘം എന്ന സന്യാസി സംഘത്തിൻ്റെ കഥ പറയുന്ന ബംഗാളി നോവൽ ആനന്ദമഠം. ആനന്ദമഠം എന്ന ബംഗാളി നോവലിലാണ് മാതൃഭൂമിയുടെ മോചനത്തിനായി സുഖജീവിതം ഉപേക്ഷിച്ച് പോരാടുന്ന ജനസേവാ സംഘം എന്ന സന്യാസി സംഘത്തിൻ്റെ കഥ പറയുന്നത്. ജയദേവൻ്റെ ഗീതാഗോവിന്ദത്തിന് മലയാളത്തിലുണ്ടായ പ്രസിദ്ധ പരിഭാഷയാണ് ദേവഗീത. ആരാണ് എഴുതിയത്? ചങ്ങമ്പുഴ. ജയദേവൻ്റെ ഗീതാഗോവിന്ദത്തിന് മലയാളത്തിലുണ്ടായ പ്രസിദ്ധ പരിഭാഷ ദേവഗീത. ഇത് എഴുതിയത് ചങ്ങമ്പുഴ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പാബ്ലോ നെരൂദയെ കവിത എഴുതാൻ പ്രോത്സാഹിപ്പിച്ച ഹെഡ് മിസ്ട്രസിനും പിന്നീട് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ആരാണത്? ഗബ്രിയേല മിസ്ട്രൽ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പാബ്ലോ നെരൂദയെ കവിത എഴുതാൻ പ്രോത്സാഹിപ്പിച്ച ഹെഡ് മിസ്ട്രസിനും പിന്നീട് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ആരാണത്? ഗബ്രിയേല മിസ്ട്രൽ. തുളസീദാസ് രാമായണത്തിൻ്റെ മറ്റൊരു പേര് രാമചരിതമാനസ്.
തുളസീദാസ് രാമായണത്തിൻ്റെ മറ്റൊരു പേര് രാമചരിതമാനസ്. തിമോത്തി എന്ന തൂലികാനാമത്തിൽ കവിത പ്രസിദ്ധീകരിച്ച ബംഗാളി കവി മൈക്കൽ മധുസൂദൻ ദത്ത്. മൈക്കൽ മധുസൂദൻ ദത്ത് എന്ന ബംഗാളി കവിയാണ് തിമോത്തി എന്ന തൂലികാനാമത്തിൽ കവിത പ്രസിദ്ധീകരിച്ചത്. സരോജിനി നായിഡു പ്രസിദ്ധീകരിച്ച ആദ്യ കവിതാ സമാഹാരം ദ ഗോൾഡൻ ത്രെഷോൾഡ്. സരോജിനി നായിഡു പ്രസിദ്ധീകരിച്ച ആദ്യ കവിതാ സമാഹാരമാണ് ദ ഗോൾഡൻ ത്രെഷോൾഡ്. ജീവിതപാത ആരുടെ ആത്മകഥയാണ്? ചെറുകാട്. ചെറുകാടിൻ്റെ ആത്മകഥയാണ് ജീവിതപാത. എൻ്റെ IAS ദിനങ്ങൾ എന്ന സ്മരണ എഴുതിയതാര്? മലയാറ്റൂർ രാമകൃഷ്ണൻ. മലയാറ്റൂർ രാമകൃഷ്ണനാണ് എൻ്റെ IAS ദിനങ്ങൾ എന്ന സ്മരണ എഴുതിയത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം എഴുതിയതാര്? തോപ്പിൽ ഭാസി. തോപ്പിൽ ഭാസിയാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം എഴുതിയത്. വൃദ്ധനായ കുഞ്ഞേനാച്ചൻ്റെ കഥ ബോധധാര സമ്പ്രദായത്തിൽ അവതരിപ്പിച്ച മലയാളത്തിലെ പ്രഖ്യാത നോവൽ അരനാഴിക നേരം. അരനാഴിക നേരം എന്ന നോവലിലാണ് വൃദ്ധനായ കുഞ്ഞേനാച്ചൻ്റെ കഥ ബോധധാര സമ്പ്രദായത്തിൽ അവതരിപ്പിച്ചത്. പത്രപ്രവർത്തകനായ പയ്യൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാര്? VKN. VKN ആണ് പത്രപ്രവർത്തകനായ പയ്യൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളിലൊന്നാണ് കടൽ തീരത്ത്. ആരാണ് എഴുതിയത്? OV വിജയൻ. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളിലൊന്നായ കടൽ തീരത്ത് എഴുതിയത് OV വിജയൻ. ലെനിൻ മരിച്ചപ്പോൾ ലെനിൻ എന്ന പേരിൽ വിഖ്യാത കാവ്യം രചിച്ച റഷ്യൻ കവി മയക്കോവ്സ്കി. ലെനിൻ മരിച്ചപ്പോൾ ലെനിൻ എന്ന പേരിൽ വിഖ്യാത കാവ്യം രചിച്ച റഷ്യൻ കവിയാണ് മയക്കോവ്സ്കി. മുളകിൻ്റെ ജന്മദേശമായി അറിയപ്പെടുന്ന പ്രദേശം മധ്യ അമേരിക്ക. മുളകിൻ്റെ ജന്മദേശം മധ്യ അമേരിക്ക. കേരളത്തിൽ ആദ്യമായി മുളക് കൃഷി ചെയ്ത പ്രദേശം കൊല്ലം. കൊല്ലത്താണ് കേരളത്തിൽ ആദ്യമായി മുളക് കൃഷി ചെയ്തത്. മുളകുകളിൽ ഏറ്റവും സമൃദ്ധമായുള്ള വൈറ്റമിൻ ഏത്? വൈറ്റമിൻ C. മുളകുകളിൽ ഏറ്റവും സമൃദ്ധമായുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ C. ഇന്ത്യയിൽ കാണപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ മുളകിനമേത്? നാഗഹാരി. നാഗഹാരി എന്ന മുളകിനമാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ മുളകിനം. ഭാരതരത്നം അവാർഡ് നേടിയ ആദ്യത്തെ വിദേശി ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഭാരതരത്നം നേടിയ ആദ്യ വിദേശി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം KM ബീനാമോൾ. ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം KM ബീനാമോൾ. പത്മശ്രീ ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നടി നർഗീസ് ദത്ത്. പത്മശ്രീ ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നടി നർഗീസ് ദത്ത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ആദ്യമായി നേടിയതാര്? ജീൻ ഹെൻറി ഡുനാൻറ്റ്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ആദ്യമായി നേടിയത് ജീൻ ഹെൻറി ഡുനാൻറ്റ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഭാരതരത്നം. ഭാരതരത്നമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ്. അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം 1961.
1961 അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്? ഭരത് അവാർഡ് കിട്ടിയ മലയാളത്തിലെ ആദ്യത്തെ സിനിമാ നടൻ PJ ആൻ്റണി. PJ ആൻ്റണിയാണ് ഭരത് അവാർഡ് കിട്ടിയ മലയാളത്തിലെ ആദ്യത്തെ സിനിമാ നടൻ. സംസ്ഥാന സർക്കാർ മികച്ച കർഷകന് നൽകുന്ന അവാർഡ് ഏത്? കർഷകോത്തമ. സംസ്ഥാന സർക്കാർ മികച്ച കർഷകന് നൽകുന്ന അവാർഡ് കർഷകോത്തമ. പ്രഥമ ഗുപ്തൻ നായർ പുരസ്കാര ജേതാവ് M. ലീലാവതി. M. ലീലാവതിയാണ് പ്രഥമ ഗുപ്തൻ നായർ പുരസ്കാര ജേതാവ്. 2 ഭൂഖണ്ഡങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ഇസ്താംബുൾ. ഏഷ്യയിലും യൂറോപ്പിലുമായി സ്ഥിതി ചെയ്യുന്നു. 2 ഭൂഖണ്ഡങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഇസ്താംബുൾ. ഏഷ്യയിലും യൂറോപ്പിലുമായി സ്ഥിതി ചെയ്യുന്നു. ജലത്തിൻ്റെ രാസനാമം എന്താണ്? ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്. ജലത്തിൻ്റെ രാസനാമം ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്. ആന്ധ്രാപ്രദേശിൻ്റെ ശ്രീകാകുളത്ത് ജനിച്ച വ്യക്തിയാണ് ആദ്യമായി ഒളിമ്പിക് മെഡൽ നേടിയ ഇന്ത്യൻ വനിത. ആരാണത്? കർണം മല്ലേശ്വരി. കർണം മല്ലേശ്വരിയാണ് ആദ്യമായി ഒളിമ്പിക് മെഡൽ നേടിയ ഇന്ത്യൻ വനിത. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളത്താണ് കർണം മല്ലേശ്വരി ജനിച്ചത്. കഴുകന്മാരുടെ നാട് എന്നറിയപ്പെടുന്ന യൂറോപ്യൻ രാജ്യം ഏതാണ്? അൽബേനിയ. കഴുകന്മാരുടെ നാട് എന്നറിയപ്പെടുന്ന യൂറോപ്യൻ രാജ്യം അൽബേനിയ. രംഗണത്തിട്ട് പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? കർണാടക. കർണാടക സംസ്ഥാനത്തിലാണ് രംഗണത്തിട്ട് പക്ഷി സങ്കേതം. നാസിക് പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ഗോദാവരി. ഗോദാവരി നദിയുടെ തീരത്താണ് നാസിക് പട്ടണം. കീൽ കനാൽ എന്തിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ബാൾട്ടിക് കടലിനെ നോർത്ത് സീയുമായി ബന്ധിപ്പിക്കുന്നു. കീൽ കനാൽ ബാൾട്ടിക് കടലിനെ നോർത്ത് സീയുമായി ബന്ധിപ്പിക്കുന്നു. പ്രകൃതിയെ കാവ്യവിഷയമാക്കിയ ആദ്യ ആംഗല കവി വില്യം വേർഡ്സ്വർത്ത്. വില്യം വേർഡ്സ്വർത്ത് പ്രകൃതിയെ കാവ്യവിഷയമാക്കിയ ആദ്യ ആംഗല കവി. ശാസ്ത്ര കഥാ സാഹിത്യ ലോകത്തെ നാഴികക്കല്ലാണ് ടൈം മെഷീൻ എന്ന നോവൽ. ആരാണ് എഴുതിയത്? H.G. വെൽസ്. ശാസ്ത്ര കഥാ സാഹിത്യ ലോകത്തെ നാഴികക്കല്ലായ ടൈം മെഷീൻ എന്ന നോവൽ എഴുതിയത് H.G. വെൽസ്. 1941 നദിയിൽ ചാടി ആത്മഹത്യ ചെയ്ത വിഖ്യാത നോവലിസ്റ്റ് വിർജീനിയ വൂൾഫ്. വിർജീനിയ വൂൾഫ് എന്ന വിഖ്യാത നോവലിസ്റ്റാണ് 1941 നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം പൊലി. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം പൊലി. ഋഗ്വേദത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി സംസ്കൃത ഭാഷ പഠിച്ച് അത് പ്രസിദ്ധീകരിച്ച വിദേശി മാക്സ് മുള്ളർ. ഋഗ്വേദത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി സംസ്കൃത ഭാഷ പഠിച്ച് അത് പ്രസിദ്ധീകരിച്ച വിദേശിയാണ് മാക്സ് മുള്ളർ. കേരളീയ സംസ്കൃത സാഹിത്യ ചരിത്രം എഴുതിയത് വടക്കുംകൂർ രാജരാജവർമ്മ. കേരളീയ സംസ്കൃത സാഹിത്യ ചരിത്രം എഴുതിയത് വടക്കുംകൂർ രാജരാജവർമ്മ. മലയാളത്തിൽ കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കൃതിയാണ് മലയവിലാസം. ആരാണ് എഴുതിയത്? AR രാജരാജവർമ്മ. കേരളത്തിൽ കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച മലയവിലാസം എന്ന കൃതി
AR രാജരാജവർമ്മയാണ് എഴുതിയത്. ആരുടെ മരണത്തിൽ ദുഃഖിച്ചുകൊണ്ടാണ് ഉള്ളൂർ മഹാസമാധി എന്ന കവിത എഴുതിയത്? രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മരണത്തിൽ ദുഃഖിച്ചുകൊണ്ടാണ് ഉള്ളൂർ മഹാസമാധി എന്ന കവിത എഴുതിയത്. ആത്മാവിൻ്റെ തീർത്ഥയാത്ര എന്ന ആത്മകഥ എഴുതിയത് ഒരു വിദേശ വനിതയാണ്. ആരാണത്? മീരാബൻ. മീരാബൻ എന്ന വിദേശ വനിതയാണ് ആത്മാവിൻ്റെ തീർത്ഥയാത്ര എന്ന ആത്മകഥ എഴുതിയത്. കലാധർ എന്ന തൂലികാനാമത്തിൽ എഴുതി തുടങ്ങിയ വിഖ്യാത ഹിന്ദി കവി ജയശങ്കർ പ്രസാദ്. ജയശങ്കർ പ്രസാദാണ് കലാധർ എന്ന തൂലികാനാമത്തിൽ എഴുതി തുടങ്ങിയ വിഖ്യാത ഹിന്ദി കവി. നാടൻ പ്രേമം ആരുടെ ആദ്യ നോവലാണ്? SK പൊറ്റക്കാട്. SK പൊറ്റക്കാടിൻ്റെ ആദ്യ നോവലാണ് നാടൻ പ്രേമം. 15-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് ഭരിച്ചിരുന്ന മാനവിക്രമ സാമൂതിരിയുടെ രാജസദസ്സിലെ കവികൾ അറിയപ്പെട്ടിരുന്നത് എന്തു പേരിൽ? 18 കവികൾ. 15-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് ഭരിച്ചിരുന്ന മാനവിക്രമ സാമൂതിരിയുടെ രാജസദസ്സിലെ കവികൾ അറിയപ്പെട്ടിരുന്നത് 18 കവികൾ എന്ന പേരിലായിരുന്നു. മലയാളത്തിലെ ആദ്യ യാത്രാ വൃത്താന്ത കാവ്യമായ മദിരാശി യാത്ര ആരാണ് എഴുതിയത്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് മലയാളത്തിലെ ആദ്യ യാത്രാ വൃത്താന്ത കാവ്യമായ മദിരാശി യാത്ര എഴുതിയത്. എഴുത്തുകളിലൂടെ ഗാന്ധിജി ബന്ധപ്പെട്ടിരുന്ന റഷ്യൻ സാഹിത്യകാരൻ ലിയോ ടോൾസ്റ്റോയ്. എഴുത്തുകളിലൂടെ ഗാന്ധിജി ബന്ധപ്പെട്ടിരുന്ന റഷ്യൻ സാഹിത്യകാരനാണ് ലിയോ ടോൾസ്റ്റോയ്. കേരളത്തിലെ തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. സുഗതകുമാരിക്ക് സരസ്വതി സമ്മാൻ നേടിക്കൊടുത്ത കൃതി മണലെഴുത്ത്. മണലെഴുത്ത് എന്ന കൃതിക്കാണ് സുഗതകുമാരിക്ക് സരസ്വതി സമ്മാൻ ലഭിച്ചത്. സഹതടവുകാരുടെ മർദ്ദനമേറ്റ് പാകിസ്ഥാൻ ജയിലിൽ അന്തരിച്ച ഇന്ത്യക്കാരൻ സരബ്ജിത്ത് സിംഗ്. സഹതടവുകാരുടെ മർദ്ദനമേറ്റ് പാകിസ്ഥാൻ ജയിലിൽ അന്തരിച്ച ഇന്ത്യക്കാരൻ സരബ്ജിത്ത് സിംഗ്. സിവിൽ സർവീസ് പരീക്ഷയിൽ 1-ാം റാങ്ക് നേടിയ മലയാളി വനിത ഹരിത വി കുമാർ. ഹരിത വി കുമാറാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ 1-ാം റാങ്ക് നേടിയ മലയാളി വനിത. ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്ക്. ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്ക്. ലോക ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22. ലോക ഭൗമദിനം ഏപ്രിൽ 22. കോശത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സൈറ്റോളജി. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. ഗ്രാമീണ മേഖലയിൽ പുത്തുണർവുമായി 1-ാം UPA സർക്കാർ ആരംഭിച്ച പദ്ധതി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമീണ മേഖലയിൽ പുത്തനുണർവുമായി 1-ാം UPA സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. ചേര രാജാക്കന്മാരെ പറ്റി പ്രതിപാദിക്കുന്ന സംഘകാല കൃതി പതിറ്റുപത്ത്. പതിറ്റുപത്ത് എന്ന സംഘകാല കൃതിയിലാണ് ചേര രാജാക്കന്മാരെ പറ്റി പ്രതിപാദിക്കുന്നത്. ഒരു മുടന്തൻ്റെ സുവിശേഷം ആരുടെ കവിതാ സമാഹാരമാണ്? കൽപ്പറ്റ നാരായണൻ. കൽപ്പറ്റ നാരായണൻ്റെ കവിതാ സമാഹാരമാണ് ഒരു മുടന്തൻ്റെ സുവിശേഷം.
തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന എറണാകുളം ജില്ലയിലെ ഏക പ്രദേശം കുട്ടമ്പുഴ. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന എറണാകുളം ജില്ലയിലെ ഏക പ്രദേശമാണ് കുട്ടമ്പുഴ. കേരളത്തിലെ ആന പരിശീലന കളരികൾ കോടനാട്, കോന്നി. കേരളത്തിലെ ആന പരിശീലന കളരികൾ കോടനാട്, കോന്നി. വിദ്യാഭ്യാസ മേഖലയിൽ സമൂല പരിവർത്തനം ലക്ഷ്യമാക്കിയുള്ള നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം. വിദ്യാഭ്യാസ അവകാശ നിയമമാണ് വിദ്യാഭ്യാസ മേഖലയിൽ സമൂല പരിവർത്തനം ലക്ഷ്യമാക്കിയുള്ള നിയമം. 144 വർഷത്തിനു ശേഷം മഹാകുംഭമേള നടന്നത് എവിടെയാണ്? അലഹബാദിൽ. അലഹബാദിലാണ് 144 വർഷത്തിനു ശേഷം മഹാകുംഭമേള നടന്നത്. ധൂംപൂർ തടാകം ഏത് സംസ്ഥാനത്താണ്? ത്രിപുര. ധൂംപൂർ തടാകം ത്രിപുര സംസ്ഥാനത്താണ്. ദിബ്രുഗഡ് ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര. ദിബ്രുഗഡ് ഏത് നദിയുടെ തീരത്താണ്? ബ്രഹ്മപുത്ര.